So hello guys, welcome back. Sigma. എത്ര നാളായിട്ട് നമ്മൾ അതിന്റെ ബീജിഎമ്മും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. ഇപ്പോഴാണ് ചിലരൊക്കെ അറിഞ്ഞു തുടങ്ങുന്നത് തന്നെ. ഷെയിം പപ്പി ഷെയിം. സിഗ്മ ആൽഫ ഗിഗാചാറ്റ്. ഇതിനെക്കുറിച്ച് ഇത്രയും മാത്രം അറിഞ്ഞാൽ പോലെ ഞങ്ങൾക്ക് ചില നിയമങ്ങളുണ്ട്. ഞങ്ങൾ പെൺകുട്ടികളുടെ ഹൃദയം കവരും. ശരി, കള്ളക്കടത്തുകാരനായിട്ടാണ് മാത്രം തൂക്കി വിൽക്കും. ഇത് കേൾക്കണം, ഈ ലോകത്ത് രണ്ടേ ആൾക്കാരേ ഉള്ളൂ. ഒന്ന് ഞാൻ, പിന്നെ ബാക്കിയുള്ളവര്. ഞങ്ങൾ സൂര്യൻ ഉദിക്കുന്ന കാണാൻ എണ്ണിക്കാറില്ല, ഞങ്ങൾ നേരത്തെ എണ്ണിക്കും. സൂര്യൻ ഞങ്ങൾ ഉദിക്കുന്ന കാണണം. പിന്നെ വേറൊരു കാര്യം എന്തോന്നാ, ഡിപ്രഷനോ? അതെന്ത് സാധനം എന്ത് എനിക്കറിയത്തില്ല. ഒരു കാര്യം ഇപ്പോഴേ പറഞ്ഞേക്കാം, ഞങ്ങളുടെ മുമ്പിൽ ആരും വലിയ വിലയൊന്നും കാണിക്കാൻ നിൽക്കേണ്ട. കാരണം ഇപ്പം പറയാം, ഡിസ്കൗണ്ട് ഇട്ട് തൂക്കി വിൽക്കും. എൻ്റെ ചുറ്റുപാട് മൊത്തം വിജയിതാക്കളെ കൊണ്ട് നിറയ്ക്കുവിൻ എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ചുറ്റും ഒരു കണ്ണാടി കൂട്ടം കൊണ്ട് ഒരു മതിൽ പണിഞ്ഞു. ഇഫ് യു നോ യു നോ. ഈ പഞ്ച് ഡയലോഗൊക്കെ ആലോചിച്ച് കണ്ടുപിടിക്കാൻ എനിക്ക് വയ്യായിരുന്നു. കമന്റ് ബോക്സിൽ നിന്ന് മോട്ടിച്ചു. വിളിക്കല്ലേ കേട്ടോ. ഓക്കെ, സോ കുറച്ച് സിഗ്മയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് റീൽസ് നമുക്ക് നോക്കാം. പൊന്നടാവെ ഒരു രക്ഷയില്ല. ജനിച്ച് വീണപ്പോഴേ സല്യൂട്ട്. അവനെന്തായാലും ഇവിടെങ്കിലും ജനിക്കേണ്ടവനല്ലായിരുന്നു, അവൻ വലിയ നിലയിലേക്ക് പോകാനുള്ളവനാണ്. ജനിച്ച് വീണപ്പോഴേ ചെറുക്ക സീൻ. ചെറുക്കനെ കുപ്പിപ്പാലും സെറിലാക്കും ഒക്കെ കലക്കി കൊടുത്ത തുപ്പു അവനൊരു 10 ml ഒഴിച്ചു കൊടുക്കണം. അതാ പെർഫെക്റ്റ്. പിന്നെ ഇത് 10 ml ഒന്നും അല്ല കേട്ടോ, ഇത് 20 ml ഉണ്ട്. ഉമ്മാതാ, ഞാൻ അങ്ങനൊന്നും പറയാം, പെപ്സിയാ സാധനം കേട്ടോ. പാവം ഞാൻ ചെട്ടികുളങ്ങര മാവേലിക്കര കായംകുളം റീജിയനിൽ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അത്ര നല്ല കുട്ടി വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും കൊച്ചിയിറക്കൻ അവൻ ടീച്ചർമാർക്ക് ഹോംവർക്ക് കൊടുക്കും. അക്ഷരം എഴുതിക്കാൻ വരുന്ന തിരുമേനിയുടെ കയ്യെ പിടിച്ച് അവൻ എഴുതിക്കും. അവനൊരു മാമോദിസ മുക്കാൻ കൊണ്ടുപോയി അവൻ അതിനകത്ത് മുങ്ങാങ്കുഴി ഇടും. സിഗ്മ. നമുക്ക് സ്വഭാവം കൊണ്ടേ സിഗ്മ ആയിട്ടുള്ളൂ. ഈ പരിപാടി എങ്ങനെയാണെന്ന് എനിക്ക് ശരിക്കും അറിയത്തില്ല. ആദ്യം അങ്ങനല്ല, ആ ലൈറ്റിലോട്ട് നോക്കാം, അപ്പൊ കറക്റ്റ് വരും. ഇത് തന്നെ. എന്നെ ഓടിച്ചിട്ട് തല്ലരുത്, എനിക്ക് ഇങ്ങനെയൊക്കെ വരത്തുള്ളൂ. ആരും വഴി കൂടെ ഒന്നും ഇത് കണ്ടോണ്ട് പോലും കേട്ടോ. ഉറപ്പായിട്ടും നിങ്ങൾ ആ സ്ക്രീൻ കണ്ടോണ്ട് ഇത് ഇങ്ങനെ ചെയ്യാൻ നോക്കും. റോഡിൽ കൂടെ പോകുന്നവർ വല്ല വട്ടാന്ന് വല്ല വിചാരിക്കും. സിഗ്മ എന്ന് പറഞ്ഞ ഈ എനിക്കാ പറ്റത്തില്ല. ആ സാധനം വരുന്നതിന് മുമ്പേ ഉള്ളതായിരുന്നു, അത് കഴിഞ്ഞു വന്നേ. ഇത് പിന്നെ എനിക്കറിയത്തില്ല എന്തോ സംഭവം. സിഗ്മയായിട്ട് എങ്ങനെ ബന്ധം വന്നേന്ന്. മോണെ അതൊക്കെ അത്രേ ഉള്ളൂ. ഞങ്ങൾ നടക്കുന്നതിന് മുമ്പേ പഠിച്ചത് സ്റ്റിയറിംഗ് പിടിക്കാന്. എന്തിരുന്നു ഇതിവിടെ പറ്റത്തില്ല. നിങ്ങൾക്ക് കാറിനെ കുറിച്ച് അറിയാമെങ്കിലും ശരി, ഇല്ലെങ്കിലും ശരി, ഞങ്ങൾ ഇതിനെക്കുറിച്ച് പറയാൻ നേരം തലയാട്ടിക്കോണം, സമ്മതിച്ചോണം, ഇഷ്ടപ്പെട്ടെന്ന് കാണിച്ചോണം. അല്ല പിന്നെ ഞങ്ങളോടത്തെ ഒരാൾ ഇങ്ങനെ കാറിന്റെ പേര് അറിയത്തില്ലെന്ന് പറഞ്ഞാൽ മൂഡ് ബ്രേക്കർ. അത് ഒഴിവാക്കിയവനെ ഒഴിവാക്ക്. അത് തന്നെ. അല്ല ഒരു മിനിറ്റ്, അമ്മ ഏത് കാറിന്റെ കൂടെ കുറിച്ച് ഗ്യാസ് ആയി. അമ്മ ഏത് കാറിന്റെ പേരാ പറഞ്ഞേ? പോഷ് 918 ഹൈബ്രിഡ്. അത് ഇന്ത്യയില്. പോഷ് 918 ഇന്ത്യയില്, അതും കേരളത്തില്. കണ്ടന്റ് അതറിയാം, എന്നാലും അങ്ങോട്ട് ദഹിക്കുന്നില്ല. വേറെ വല്ല കാറിന്റെ പേര് പറയായിരുന്നു കേട്ടോ. ഓക്കെ, ഏതോ ഒരു സിഗ്മയെ ആരാണ്ട് പിടിച്ച് ഭിത്തി കയറ്റി. ഇനി നടക്കാൻ പോകുന്നത് കണ്ണിന് കുളിർമയേക്കുന്ന കാഴ്ചകളായിരിക്കും. വൻ ഫൈറ്റ് സീൻ വരാൻ പോവാ സുഹൃത്തുക്കളെ. എന്നാ തെക്കോട്ടെടുക്കുവാന്ന് എല്ലാത്തിനും. ഓക്കെ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഈ പാട്ടിന് ഞാൻ ചെറിയൊരു വ്യത്യാസം വരുത്തുന്നുണ്ട്. നമുക്ക് വേറെ പാട്ട് മതി. മണിയറ തുറക്കണ ചിരിയുണ്ട്, ചിരിയിൽ ചേല് പൊതിഞ്ഞുണ്ട്, അരിമുല്ല കണക്കിന് കഥയുണ്ട്, കഥയാണ് പറയണ ഊരുണ്ട്. ഓ, കഴുത്തിന് തന്നെ വെട്ടി. ആ കഴുത്തിന് വെട്ടിയപ്പോ അവന്റെ ഒരു പുഞ്ചിരിയും അവന്റെ ഒരു നാണമൊക്കെ കണ്ടോ. നീ എന്നെ കഴുത്തിന് വെട്ടിയോടാ, പോടാ.
ഓ കഴുത്തിന് വെട്ടുകൊണ്ടിട്ടും 2 കാലേ നടന്ന് അവനെ തിരിച്ചിടിക്കാൻ പോയി. അവനാ ശരിക്കും സിഗ്മ. സൂര്യന്റെ വെളിച്ചം പോരാ അവനെ കാണാൻ. സൂര്യന്റെ വെളിച്ചം പോരാ. സൂര്യപുത്രൻ നല്ലൊരു സിഗ്മ വീഡിയോ ആയിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തോ പറ്റി ചേട്ടാ, ആ കല്ലൂസൻ എന്നെ പാലത്ത് വെച്ച് കൈക്ക് പിടിച്ച് ശല്യപ്പെടുത്തി. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ തൊട്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സിഗ്മകളൊന്നും അടങ്ങിയിരിക്കത്തില്ല. അതത്രേ ഉള്ളൂ. വല്ല പെണ്ണുങ്ങൾക്ക് വേണ്ടി കത്തി എടുത്ത് കൊല്ലാൻ പോവാണോടാ. അത് അതീ വലിയ സിഗ്മ. നമ്മൾ എന്തിന് മറ്റൊരു പെങ്കൊച്ചിന് വേണ്ടി കത്തി എടുക്കണം? എന്ത് മണ്ടത്തരമാണ്. നീ എന്തിന് നിന്റെ ജീവിതം അതിനു വേണ്ടി പാഴാക്കണം? നിന്നെ എന്തായാലും ഇട്ടിട്ട് പോകും. ഒരിക്കലും അവിടെ പുറകിന് പോകരുത്. മറ്റുള്ളവർക്ക് വേണ്ടി എന്തിനാണോ നീ ഇങ്ങനെ? എന്തിനാ നീ പോയ പിള്ളേരെ വിളിച്ചോളൂ വാടാ. എന്റെ മോനെ, അത് പിന്നെ അടുത്ത സിഗ്മ × 2 ശരിയാകത്തില്ല. അവനെ ഒതുക്കിയേ പറ്റൂ. അതാ അവനെ ഒതുക്കിയേ പറ്റൂ. എന്റെ മോടെ പിറന്നാള് വിളിക്കാൻ വന്നത് എല്ലാവരും വരണം. ഒരത്ത് വാളെടുക്കുന്നു, ഒരിടത്ത് പ്രശ്നം, ഒരിടത്ത് പോണ്ടെന്ന് പറയുന്നത്. അതിന്റെ ഇടയ്ക്ക് കൂടെ വന്നിട്ട് നിങ്ങൾ എല്ലാവരും എന്റെ മകൻ അത് നിന്ന് എല്ലാത്തിന്റെയും കൂടെ ബോധം ഒന്ന് തൂക്കി കഴിഞ്ഞാൽ 5 വയസ്സുള്ള ചെറുക്കന്റെ പകുതി വരത്തില്ല. ഇനിയിപ്പോ വണ്ടി ഇടിച്ച് 2 പീസായാലും ശരി, 2 പേരെ കൊന്നാലും ശരി, എനിക്ക് ഉച്ചയ്ക്ക് വല്ലതും കഴിച്ചില്ലെങ്കിൽ തല ഇറങ്ങും. അത്രേ ഉള്ളൂ. കാറ് നമുക്ക് നാളെ മേടിക്കാം. വിശന്ന് വയറങ്ങാനും കേടായി പോയി കഴിഞ്ഞാൽ വേറെ വയറ് മേടിക്കാൻ പറ്റുമോ? തല തേക്കാൻ പോന്നോ കോൾഗേറ്റ്? ഇത് പ്രത്യേകതരം ഇനത്തിൽപ്പെട്ട ചില സിഗ്മകളാണ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും വിപരീതമായി പ്രവർത്തിക്കും. ഹാർപ്പിക്ക് വെച്ച് തല കഴുകും, കോൾഗേറ്റ് വെച്ച് മുഖം കഴുകും, ബാത്റൂം ക്ലീനർ വെച്ച് പല്ല് തേക്കും. അങ്ങനെ ചെറിയ പ്രശ്നങ്ങളുള്ളൂ, അല്ല ഒന്നുമില്ല. എന്നെ എന്തുകൊണ്ട് മറ്റേ വീഡിയോ കോൾ ചെയ്യുന്ന സൈറ്റ് മറ്റേ ഒമ്മികൾ അതിൽ നിന്ന് ബാൻ ചെയ്തു? എന്തുകൊണ്ട് ബാൻ ചെയ്തു? കണ്ടു നോക്ക്.